പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മൾ പേജ് നമ്പർ 118 ഈ ഒരു 4 ചോദ്യങ്ങൾ ചെയ്യാം. കാൽക്കുലേറ്റ് ദീസ് ഡിഫറൻസ് ഇൻ യുവർ ഹെഡ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടല്ലോ, 453 മൈനസ് 196. അപ്പം നമുക്കറിയാം ഒരു എക്സാമ്പിൾ ഏതാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ 453നെ 196 കൊണ്ട് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ അത് എന്ത് തന്നെയാണെങ്കിലും, ഇപ്പോൾ ഈ 453 കൂടി ടീച്ചർ ഏതെങ്കിലും ഒരു നമ്പർ ആഡ് ചെയ്തു, 196 അതേ സെയിം നമ്പർ ആഡ് ചെയ്തിട്ട് എടുക്കുന്ന ഡിഫറൻസ് സെയിം ആയിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ചെറിയ നമ്പർ കാണിക്കുക, ഇതുണ്ടോ, 5 മൈനസ് 3 എത്രയാണെന്ന് നിങ്ങൾക്കറിയാം, ഈക്വൽ ടു 2 ആണെന്ന് അറിയാമല്ലോ. ഞാൻ ഈ 5 കൂടി 2 ആഡ് ചെയ്തു, 5 പ്ലസ് 2. അതുപോലെ തന്നെ ഞാൻ 3 2 ആഡ് ചെയ്തു, അപ്പോൾ 5 2 ഇത് 7 ആയി, ഇത് 5. 7 മൈനസ് 5 എത്ര, 2 ആണ്. അതാണ് നമ്മളുടെ കയ്യിൽ തന്നിരിക്കുന്ന നമ്പറിനോടുകൂടി ഏതെങ്കിലും ഒരു നമ്പർ ആഡ് ചെയ്യുകയോ, അത് സെയിം ആയിരിക്കണം, സെയിം നമ്പർ ആഡ് ചെയ്യുകയോ മൈനസ് ചെയ്യുകയോ ചെയ്താൽ അവയുടെ ഡിഫറൻസും എന്ത് തന്നെയായിരിക്കും, സെയിം ആയിരിക്കും. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, കാൽക്കുലേറ്റ് ഇൻ യുവർ ഹെഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, കാൽക്കുലേറ്റ് ഇൻ യുവർ ഹെഡ് നമ്മൾ എഴുതി നോക്കാൻ പാടില്ല. അപ്പം 453 മൈനസ് 196. അപ്പോൾ നമുക്ക് മൈൻഡിൽ ചെയ്യണമെങ്കിൽ ഇതിൽ 0 ഉള്ള നമ്പേഴ്സ് വന്നെങ്കിലല്ലേ നമുക്ക് മൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് 453 ഒരു പ്ലസ് 4, 453 പ്ലസ് 4. അതെന്തിനാണ് ഞാൻ പ്ലസ് 4 കൊടുത്തതെന്ന് മനസ്സിലായോ? 196 4 കൂട്ടി 200 ആവില്ലേ, അതുകൊണ്ടാട്ടോ 196 പ്ലസ് 4 കൊടുത്തു. അപ്പോൾ ഇത് ഒന്നിച്ചാണ് ഇത് ആഡ് ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടി നമ്മളിത് ഇങ്ങനൊരു ബ്രാക്കറ്റ് കൊടുത്തേക്കണേ. സോ 453 457 മൈനസ് ഇതെന്തായി മാറി, 200. ഇനി എന്ത് എളുപ്പമാണെന്ന് നോക്കിയാൽ മൈനസ് ചെയ്യാൻ. 7, 5, 4 2 കുറച്ചാൽ 2, 257 ഉത്തരം. പിടികിട്ടിയോ? എത്ര എളുപ്പം നമുക്ക് മൈൻഡ് ചെയ്യാൻ പറ്റിയെന്ന് നോക്കി. അതാണ് ഒരു നമ്പറിനോടുകൂടി ഏതെങ്കിലും ഒരു സെയിം നമ്പർ 2 നമ്പറിനോട് ആഡ് ചെയ്തെടുക്കുന്ന ഡിഫറൻസ് ആക്ച്വൽ ആയിട്ടുള്ള നമ്പറിൻ്റെ ഡിഫറൻസിന് തുല്യമായിരിക്കും. സോ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആദ്യത്തെ മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഞാനിത് ചെയ്യുമ്പോഴത്തേക്ക് വേണമെങ്കിൽ ഒന്ന് മൈൻഡിലൊന്ന് ചെയ്ത് നോക്കി. ചോദ്യം ഇതാണ്, 388 മൈനസ് 189. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും 0യിലേക്ക് അപ്രോച്ച് ചെയ്യിക്കാൻ എളുപ്പത്തിന് ചെയ്യാം. ടീച്ചർ ഇവിടെ 189 കണ്ടതുകൊണ്ട് ഞാൻ വേണമെങ്കിൽ നമുക്ക് 1 കൊടുക്കാം, അല്ലെങ്കിൽ 11 കൊടുക്കാം, അല്ലേ? 11 കൊടുത്താൽ എളുപ്പമുണ്ട്. സോ 388 പ്ലസ് 11 ഞാനിവിടെ ചെയ്തു. 1 കൊടുത്താലും മതി കേട്ടോ. 1 കൊടുക്കുമ്പോൾ 196 ആകും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ ചെയ്യാം. 11 കൊടുത്താൽ ഇതെന്താകും, 200ലേക്കാവും. സോ 8 1 9, 8 1 9, 399 നിന്ന് എത്ര കുറയ്ക്കണം, 200 കുറയ്ക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു ആൻസർ ഈസ് 199. കണ്ടോ? അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്തത് തേർഡ് ക്വസ്റ്റ്യൻ. $700 മൈനസ് 387. അപ്പോൾ ഇതാ ഇവിടെ 0ൽ നിന്നൊക്കെ 7 വയസ്സ് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, ഇവിടെ 0 ഉണ്ടെങ്കിലും. അപ്പോൾ ഇതാ 7 അല്ലേ, അപ്പോൾ നമുക്കൊരു 3 ആഡ് ചെയ്താലോ. സോ 700 പ്ലസ് 3 മൈനസ് 387 പ്ലസ് 3. അപ്പോൾ എന്താവും, 703 മൈനസ് 387 കൂടെ 3 കൂട്ടുമ്പോഴത്തേക്ക് 390. ഇത് കുറയ്ക്കാൻ എളുപ്പമാണല്ലോ. 703 നിന്ന് 390 കുറച്ച്. ഇടയ്ക്കൊരു 0 വന്നാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായോ? 10ൽ നിന്ന് 9 കുറച്ച് 1 ഇവിടെ. 6ൽ നിന്ന് 3 കുറച്ച് 313. ഇത് വേണമെങ്കിൽ നമുക്കിവിടെ ഒരു 13 ആഡ് ചെയ്ത് നോക്കിയാലോ ഈ ക്വസ്റ്റ്യൻ തന്നെ. 13 കൂടെ ഒന്ന് ആഡ് ചെയ്ത് കാണിച്ചു തരുന്നേക്കാം. ആ തേർഡ് ക്വസ്റ്റ്യൻ തന്നെയാണേ. തേർഡ് ക്വസ്റ്റ്യൻ 700 ഇവിടെ നിൽക്കുന്നു,
മൈനസ് 387. അപ്പോൾ നമ്മൾ 0യിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടെ ഒരു 13 ആഡ് ചെയ്തു. ഇവിടെ 387ൻ്റെ കൂടെ 13 ആഡ് ചെയ്തു. ഒന്നിച്ചാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാൻ നമ്മളൊരു ബ്രാക്കറ്റ് കൊടുത്തു. സോ 713 മൈനസ് 387 13 400 വന്നു. അപ്പോൾ ഇനി എളുപ്പമല്ലേ കുറയ്ക്കാൻ. 713 നിന്ന് 400 മൈനസ് ചെയ്തു. സോ 3 1 3 കണ്ടോ 313 തന്നെയാണ്. നിങ്ങൾക്ക് ഏത് നമ്പർ വേണമെങ്കിലും അതിൻ്റെ കൂടെ ആഡ് ചെയ്യുകയോ മൈനസ് ചെയ്യുകയോ ചെയ്യാം കേട്ടോ. സോ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. $1500 മൈനസ് 839 ആയിരിക്കുന്നത്. അപ്പോൾ 0യിൽ നിന്ന് 839 മൈനസ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ 1 ആഡ് ചെയ്യുക. 1500 പ്ലസ് 1. ഇഷ്ടമുള്ള നിങ്ങൾക്ക് 0യിലേക്ക് എത്തിക്കാൻ ഇഷ്ടമുള്ള നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. ഏത് നമ്പർ ആഡ് ചെയ്താലും പ്രശ്നമില്ല. ഞാൻ പെട്ടെന്ന് 39നെ 1 ആഡ് ചെയ്ത് 40 ആക്കിയാലോ എന്ന് ചിന്തിച്ചു കേട്ടോ. സോ ഇതെന്തോന്നു 1501 മൈനസ് 840 മൈനസ് ചെയ്തു. 1501ൽ നിന്ന് എന്ത് ചെയ്യണം, 840. 1 10ൽ നിന്ന് 4 കുറച്ച 6, 4ൽ നിന്ന് 8 പറ്റില്ല, 14ൽ നിന്ന് 8 കുറച്ച 6, 661. നിങ്ങൾക്ക് ഏത് നമ്പർ വേണമെങ്കിലും ആഡ് ചെയ്യുകയോ മൈനസ് ചെയ്യുകയോ ചെയ്ത് സബ്ട്രാക്ഷൻ നടത്താം. എളുപ്പമായോ, മനസ്സിലായോ? ഓക്കെ അല്ലേ? ഓക്കെ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഓക്കെ.